என் மேலே ஒரு பிளாக் மார்க் இல்லாமல் 23 வருஷம் எவனாவது இருக்கானா கேட்டு பாருங்க. കഴിഞ്ഞ ദിവസം തമിഴ്നാടനായ ജയം രവി മാധ്യമങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് സ്വന്തം ഭാര്യ ആരതിക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തൽ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. എന്തൊക്കെയായാലും പുള്ളിക്കാരൻ്റെ സംസാരം കേട്ടപ്പോൾ സങ്കടം വന്നുപോയി എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രവി മോഹൻ ജീവിക്കുന്ന ഒരു ട്രോമയിലാണ്. ഇപ്പോഴും പുള്ളി അതിൽ നിന്ന് മോചിതനായിട്ടില്ല. അതിലേക്ക് വരാം. അതിനുമുമ്പ് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ജയം രവി എന്തൊക്കെ വെളിപ്പെടുത്തലാണ് നടത്തിയതെന്ന് നോക്കാം. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വർഷങ്ങളായി തെന്നിന്ത്യൻ സിനിമയിലെ യാതൊരു വിവാദങ്ങളിൽപ്പെടാതെ മാന്യനായ ഒരു നടൻ എന്ന പ്രതിച്ഛായ കാത്തുസൂക്ഷിച്ച വ്യക്തിയാണ് ജയം രവി. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം വലിയൊരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ഇത്രയും നാൾ താൻ അനുഭവിച്ച വേദനകളും അപമാനങ്ങളും സഹികെട്ടപ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇങ്ങനെയൊരു തുറന്നു പറച്ചിൽ നടത്താൻ അദ്ദേഹം നിർബന്ധിതനായത്. ഇത് സിനിമയെക്കുറിച്ചുള്ളതല്ല, മറിച്ച് തൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ളതാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. ഇത്രയും കാലം താൻ മിണ്ടാതിരുന്നത് വലിയൊരു മുട്ടാൾത്തരമായി പോയി എന്ന് ജയം രവി സ്വയം വിലയിരുത്തുന്നു. എന്തു പറഞ്ഞാലും സഹിക്കുന്ന, വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ഒരു ശാന്തനായ മനുഷ്യനായിരുന്നു താൻ. എന്നാൽ തൻ്റെ ആ സ്വഭാവത്തെ പലരും ചൂഷണം ചെയ്യാൻ തുടങ്ങി. സാധു മര്യാദ കെട്ടാൽ കാടും കൊള്ളില്ല എന്ന തമിഴ് പഴഞ്ചൊല്ല് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ തകർക്കാൻ നോക്കുന്നവരോട് ഒളിച്ചിരിക്കാതെ നേർക്കുനേർ വരാൻ അദ്ദേഹം വെല്ലുവിളിക്കുന്നു. തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കും അപവാദ പ്രചരണങ്ങൾക്കും മറുപടി നൽകാൻ ഇനി താൻ ഒട്ടും മടിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തനിക്ക് നിയമപരമായി വിവാഹമോചനം ലഭിക്കുന്നതുവരെ ഇനി താൻ സിനിമകളിൽ അഭിനയിക്കുന്നില്ല എന്ന കടുത്ത തീരുമാനം ജയരവി പ്രഖ്യാപിച്ചു. തനിക്ക് നേരിട്ട അപമാനങ്ങളും മാനസിക വിഷമങ്ങളും കാരണം ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ തനിക്ക് സാധിക്കുന്നില്ല. തൻ്റെ സിനിമകൾ തിയേറ്ററിൽ എത്താതിരിക്കാൻ മുൻ ഭാര്യയുടെ കുടുംബവും ചില നിർമ്മാതാക്കളും ചേർന്ന് ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നും താരം ആരോപിച്ചു. തൻ്റെ പേര് പൂർണ്ണമായി ശുദ്ധീകരിച്ച് നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചു പിടിച്ചതിന് ശേഷം മാത്രമേ ഇനി സിനിമയിലേക്ക് മടങ്ങി വരുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. തൻ്റെ 14 വർഷത്തെ വിവാഹ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ചൂഷണങ്ങളാണ് താൻ അനുഭവിച്ചതെന്ന് ജയം രവി വെളിപ്പെടുത്തി. ചെന്നൈ ECRൽ കോടികൾ മുടക്കി താൻ ഉണ്ടാക്കിയ ആഡംബര വീട് പോലും ഉപേക്ഷിച്ചാണ് താൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. തൻ്റെ പേരിൽ സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലായിരുന്നു. മുൻ ഭാര്യയുമായി ചേർന്നുള്ള ഒരു ജോയിൻ്റ് അക്കൗണ്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. താൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം മുഴുവൻ അവർ കൈക്കലാക്കുകയും താൻ എവിടെയെങ്കിലും പണം ചിലവഴിച്ചാൽ ഉടനെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. ആരതിയുടെ കുടുംബത്തിന് മാസം തോറും 25,000 രൂപ മരുന്നിനായി പോലും താൻ നൽകിയിരുന്നതിൻ്റെ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. തൻ്റേത് ഒരു ബ്ലാക്ക്മെയിൽ വിവാഹമായിരുന്നെന്ന് അദ്ദേഹം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി. കൈഞ്ഞരമ്പ് മുറിച്ച് ഭീഷണിപ്പെടുത്തിയാണ് തന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. അന്ന് തൻ്റെ മാതാപിതാക്കൾ ഈ ബന്ധം വേണ്ടെന്ന് വിലക്കി കാൽ പിടിച്ച് അപേക്ഷിച്ചാണെന്നും അവരുടെ വാക്ക് കേൾക്കാത്തതാണ് തനിക്ക് പറ്റിയ തെറ്റെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. തന്നെ ഒരു സീരിയൽ ആർട്ടിസ്റ്റിനെ പോലെ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിക്കുള്ളിൽ മാത്രം തളച്ചിടാനാണ് മുൻ ഭാര്യയുടെ കുടുംബം ശ്രമിച്ചത്. തനിക്കുള്ള സിനിമാ ലോകത്തെ അറിവോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ യോഗ്യതയോ ഉപയോഗിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അവർ അനുവദിച്ചില്ല. അവർക്ക് താല്പര്യമുള്ള തരത്തിലുള്ള കൊമേഴ്ഷ്യൽ സിനിമകൾ മാത്രം ചെയ്യാൻ നിർബന്ധിച്ചു. താൻ ആ വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് തനിക്കെതിരെ മന്ത്രവാദങ്ങൾ നടത്തിയിരുന്നെന്നും തന്നെ പൂർണ്ണമായി അവരുടെ വാക്കിന് കീഴിൽ നിർത്താനാണ് അവർ ശ്രമിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. തൻ്റെ മക്കളായ ആരവ്, അയാൻ എന്നിവരെ ഓർത്ത് ജയം രവി വാർത്താ സമ്മേളനത്തിൽ അതീവ വികാരധീരനായി സംസാരിച്ചു. കുട്ടികൾക്ക് വലിയ തുക സ്കൂൾ ഫീസ് ഇത്രയും കാലം നൽകിക്കൊണ്ടിരുന്നത് താനാണ്. അവരുമായി ചെസ് കളിച്ച സമയം തെളിവഴിച്ചിരുന്നതായ ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം തൻ്റെ സ്വന്തം മക്കളെ കാണാൻ പോലും തന്നെ അനുവദിക്കുന്നില്ല. കുട്ടികളുടെ ഫോണുകൾ വാങ്ങി വെച്ചിരിക്കുകയാണ്. അവർ പോകുന്ന സ്കൂൾ വരെ ബോഡി ഗാർഡുകൾ അയച്ച് തന്നെ അവരിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ തൻ്റെ മക്കൾ കാണണമെന്നും താൻ ആ വീട്ടിൽ അനുഭവിക്കുന്ന നരകയാതനകൾ സഹിക്ക് വയ്യാതെയാണ് അവിടെ നിന്നും ഓടിപ്പോകുന്നതെന്നും അവർ തിരിച്ചറിയണമെന്നും അദ്ദേഹം കണ്ണീരോടെ പറഞ്ഞു. ഗായികയും തെറാപ്പിസ്റ്റുമായ കെനീഷ ഫ്രാൻസിസിൻ്റെ പേര് തൻ്റെ ജീവിതത്തിലേക്ക് അനാവശ്യമായി വലിച്ചിഴച്ചതിലും അവരുടെ കരിയർ തകർത്തതിലും ജയം രവി കടുത്ത ദേഷ്യം പ്രകടിപ്പിച്ചു. താൻ കഴിഞ്ഞ 2 വർഷമായി ആ വീട്ടിൽ നിന്നും മാറി പല ഹോട്ടലുകളിലും വാടക വീട്ടുകളിലുമാണ് താമസിച്ചിരുന്നത്. എന്നാൽ താൻ കെനീഷയുടെ കൂടെ പോയി എന്ന രീതിയിലാണ് ഓൺലൈൻ മാഫിയകൾ വാർത്തകൾ കെട്ടിച്ചമച്ചത്. കെനീഷ വളരെ കഷ്ടപ്പെട്ട് വളർന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു സുഹൃത്ത് എന്ന നിലയിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ച അവരെ നിരന്തരമായ സൈബർ ആക്രമണങ്ങളിലൂടെ അവരെ തകർത്ത് കളഞ്ഞു. സൈബർ ബുള്ളിംഗ് കാരണം പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നും ഇങ്ങനെയുള്ള സൈബർ ക്രിമിനലുകളെ താൻ വെറുതെ വിടില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തമിഴ് സിനിമയിലെ ഒരു മുതിർന്ന നടിയെ പേരെടുത്ത് പറയാതെ ഇഡ്ലി നടി, 3 അക്ഷരമുള്ള നടി എന്ന് വിശേഷിപ്പിച്ചു ഖുശ്ബുവിനെയാണ് ജയം രവി വിമർശിച്ചത്. തൻ്റെ ജനറേഷനിൽ തന്നെയുള്ള 3 വലിയ ഹീറോകൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് സ്വന്തം കുടുംബം തകർക്കാനും മറ്റുള്ളവരുടെ കുടുംബജീവിതം നശിപ്പിക്കാനും ഇറങ്ങി തിരിച്ചവരാണ് അവരെന്ന്. അങ്ങനെയുള്ള ഒരു സ്ത്രീ വലിയ ഫെമിനിസം സംസാരിച്ചുകൊണ്ട് തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നത് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്നെ സഹായിച്ച നടൻ കാർത്തി, പ്രഭുദേവ, നിർമ്മാതാവ് ഐഷാരി ഗണേഷ് എന്നിവർക്ക് ജയം രവി നന്ദി രേഖപ്പെടുത്തി.
വീടും പണവും എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോൾ തന്നെ താങ്ങിയത് ഇവരാണെന്നും ഇപ്പോൾ താൻ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. തൻ്റെ പക്കൽ എല്ലാത്തിനും കൃത്യമായ തെളിവുകൾ ഉണ്ടെന്ന് നിയമപരമായി തന്നെ നേരിടാൻ അവർ വരട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കെതിരെ എന്ത് വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയാലും സത്യാവസ്ഥ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുമെന്നും തൻ്റെ മക്കൾക്ക് വേണ്ടിയും തൻ്റെ ആത്മാഭിമാനത്തിന് വേണ്ടിയും അവസാന ശ്വാസം വരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജയൻ രവി വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. ഇങ്ങനെയൊക്കെയാണ് ജയൻ രവി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബൈ.